So, Good Good morning. morning, sir. Good morning. Have a nice day to all. ഇന്ന് 13-11-24 ഒരു മിറാക്കിൾ ഡേ തന്നെയാണ്. 13+11=24. നമ്മളുടെ മെഡിറ്റേഷൻ ആരംഭിച്ചിട്ടും 13 ദിവസമായി. അപ്പൊ ഈ മിറാക്കിൾ എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ അനുഭവങ്ങൾ കൂടുന്നു, നമ്മുടെ അറിവുകൾ വർദ്ധിക്കുന്നു. അങ്ങനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെന്നും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അഭിനന്ദിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായൊന്നു നമ്മൾ അറിയാതെ നമ്മളിലെ മാറ്റങ്ങൾ നമ്മൾ എംബ്രേസ് ചെയ്യുന്നു. അപ്പം മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എല്ലാ നന്മമരങ്ങൾക്കും സ്വാഗതം. നമുക്കൊരു ജസ്റ്റ് 3 അഫർമേഷൻ പറഞ്ഞുകൊണ്ട് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത് ഷംനാദ് ആണ്. ഷംനാദ് എന്ന ബിസിനസ്സുകാരനോടൊപ്പം കാക്കനാട് 2 കുട്ടിയോടൊപ്പം ടീച്ചറായി ജോലി ചെയ്യുന്ന ഷംനാദ് നിരവധി സർട്ടിഫിക്കറ്റുകളും കോഴ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പോൾ PhD ചെയ്യുന്നു. ഒപ്പം NLP ഗ്രാൻഡ് മാസ്റ്റർ, റാഡിക്കൽ ഹീലിംഗ്, ഹിപ്നോതെറാപ്പി എന്നതിലുപരി ഏറ്റവും നല്ലൊരു സുഹൃത്തു കൂടിയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഷംനാദ്. അപ്പൊ ഇന്നത്തെ സെഷൻ അതിമനോഹരമായ സെഷനാണ്. ഞാൻ ഇതുവരെ അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തൊരു സെഷൻ ഇത് തന്നെയാണ്. വി ആർ ബ്ലസ്ഡ് വിത്ത് ഷംനാദ്, CEO ഓഫ് വെൽമൈൻഡ്. നമുക്ക് ഷംനാദിനെയും ഒപ്പം എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഒരു 3 അഫർമേഷൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്യാം. I am present in the moment. I am present in the moment. ഈ ക്ഷണത്തിൽ ഞാനിവിടെ ഉണ്ട് എന്നുള്ളതാണെന്ന് പറയുന്നത്. I am present in the moment and open to all experiences. മനസ്സിൽ പറഞ്ഞാൽ മതി. I am present in the moment and open to all experiences. Then അടുത്തത് I am peace with myself and world around me. I am peace with myself and world around me. I am peace with myself and the world around me. I am the architect of my destiny. 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 I am a magnet for success and abundance. I am a magnet for success and abundance. I am a magnet for success and abundance. You all, thank you. നമുക്ക് ഇന്നത്തെ അതിമനോഹരമായ മെഡിറ്റേഷനെ കുറിച്ചുള്ള അതിമനോഹരമായ സെഷന് വേണ്ടി നമുക്ക് ഷംനാദ് നമുക്ക് പ്ലാറ്റ്ഫോം കൈമാറാം. വെൽക്കം ടു ഷംനാദ്. പ്ലാറ്റ്ഫോം ഈസ് ഫോർ യുവേഴ്സ്. താങ്ക് യു ഓൾ ആൻഡ് വെൽക്കം ടു ഓൾ പാർട്ടിസിപ്പൻസ്. Thank you, Anil sir. And thank you, Wellmind team and all participants. ഇന്ന് ഈ ഒരു സുന്ദര നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ജോയിൻ ചെയ്യാനും ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും സന്തോഷത്തോടെ അന്യോന്യം കാണാനും എല്ലാം സാധിച്ചതിന് നമുക്ക് സർവേശ്വരനോട് ആദ്യമായി നമുക്ക് നന്ദി പറയാം. നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നമുക്കായി അനുഗ്രഹിച്ച് നൽകുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഓരോ ദിവസവും ചെയ്യാനുണ്ടാകും. ഒരു ദിനം കൂടി നമുക്കായി നൽകിയ സർവേശ്വരനെ മതിമറന്ന് നമുക്ക് നന്ദി പറയാം. അപ്പോ നമ്മള് കുറച്ച് ദിവസങ്ങളായി എന്നും രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എന്നാലും ആ മെഡിറ്റേഷന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതെന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൂടുതൽ വ്യക്തമാകുമ്പോൾ നമുക്ക് വളരെ
എഫക്റ്റീവായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. പലരും ചിന്തിക്കുന്നത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ചു നേരം ഇരിക്കുന്നത്. യെസ്, അതും മെഡിറ്റേഷൻ തന്നെയാണ്. നമ്മൾ കുറച്ചു നേരം മൈൻഡ് ഫ്രീ ആയിട്ട് ഇരുന്നാൽ അതാണ് മെഡിറ്റേഷൻ. ഓ, അതിന്റെ സ്റ്റേജസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ആർ യു റെഡി? ഓക്കെ, താങ്ക് യു. Yes. അപ്പോ ഒരിക്കൽ കൂടി മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ 13ാമത്തെ ദിവസത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെഡിറ്റേഷനെ കുറിച്ചാണ്. അപ്പോ നമ്മൾ പറഞ്ഞു മെഡിറ്റേഷൻ എന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താ നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് ജസ്റ്റ് കണ്ണടച്ച്, ചിലവർ പറയാറുണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇരുന്ന് എന്താണ് കാലുകൾ നമ്മൾ പഴയ സ്റ്റൈലിൽ പറയാം ചമ്രപ്പടിയിട്ട് ഇരുന്നാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അതായത് സന്യാസിമാരൊക്കെ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ ആണ് മെഡിറ്റേഷന് വേണ്ടത്. അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു നേരം സൈലന്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ സാധിച്ചാൽ അത് തന്നെ മെഡിറ്റേഷൻ ആണ്. ഒരുപാട് മിത്തുകൾ മെഡിറ്റേഷനെ കുറിച്ചുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കിയറിയാം. മെഡിറ്റേഷൻ നമുക്കൊരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻ എല്ലാം റെഡ്യൂസ് ചെയ്ത്, എല്ലാം നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ആ ഫീലിംഗ്, ഇപ്പോൾ ഒരുപാട് ഇമോഷണൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇതെല്ലാം ഒന്ന് കാം ചെയ്ത് നമുക്കൊരു അറ്റൻഷൻ ഫോക്കസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാണ്. അതായത് നമ്മുടെ മൈൻഡും ബോഡിയും പലപ്പോഴും നമ്മുടെ ബോഡി എപ്പോഴും പ്രസന്റിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ എവിടെയാണ്? എല്ലാവരും അവരവരുടെ വീടുകളിൽ അവരവരുടെ ചെയറിൽ ആ ഒരു ബോഡി അത് എപ്പോഴും പ്രസന്റിൽ തന്നെയാണ്. ഒരിക്കലും നമുക്ക് അതിനെ പാസ്റ്റിൽ കൊണ്ടുപോയിരുത്താനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കൊണ്ടുപോയിരുത്താനോ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മൾ പ്രസന്റിൽ ഇരുന്നു കൊണ്ട് മൈൻഡ് കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യും. ഒന്നല്ലെങ്കിൽ പാസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക്, അല്ലെങ്കിൽ വറീസ്, അങ്ങനെ പല പല ഏരിയയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യും. പക്ഷെ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മൈൻഡും ബോഡിയും പ്രസന്റിൽ തന്നെ നിർത്താൻ നമ്മൾ ട്രൈ ചെയ്യും. അത് നമ്മൾ ഒരുപാട് ഓവറായിട്ട് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങ് വിടുക. നമ്മുടെ മൈൻഡിലേക്ക് ഒരുപാട് ചിന്തകൾ വരുന്നത് അതുപോലെ തന്നെ പോയിക്കോട്ടെ. ആ ഓരോ ചിന്തകളുടെയും പുറകെ പോകാതെ നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോരോ ചിന്തകൾ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം നിങ്ങളെ കൊണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലം ഒന്ന് ഓർത്തേ. ആ ചെറുപ്പകാലത്തുള്ള നിങ്ങളുടെ പിക്ചർ അതൊന്ന് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്തേ. ഓക്കെ, നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു പിക്ചർ, ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ അല്ലെങ്കിൽ ഒരു 5 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ഒരു പിക്ചർ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. സുന്ദരമായ ഒരു പുഴ ഇമാജിൻ ചെയ്യുക. ഇനി നിങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഇമാജിൻ ചെയ്യുക. ദെൻ ഞാൻ പറയുന്ന കാര്യം ഇമാജിൻ ചെയ്യരുത്. ഒരു പിങ്ക് എലഫന്റ്, ഒരു പിങ്ക് കളറുള്ള, പിങ്ക് ചെവികളും പിങ്ക് ബോഡിയൊക്കെ ഉള്ള ഒരു പിങ്ക് എലഫന്റ്, അതിന് ഇമാജിൻ ചെയ്യരുത്. അത് നിങ്ങൾ കാണരുത്. ബോഡി ഫുൾ പിങ്ക് കളറായിട്ടുള്ള, ചെവിയൊക്കെ വീശിയടിക്കുന്ന ഒരു എലഫന്റിന് അതിനെ നിങ്ങൾ കാണരുത്. ജസ്റ്റ് ക്ലോസ്, സോറി, ഓപ്പൺ യുവർ ഐസ്. നിങ്ങൾ എത്ര പേര് ആ പിങ്ക് എലഫന്റിനെ കണ്ടിട്ടുണ്ട്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ?
കാണരുത് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് പിങ്ക് എലഫന്റ് വന്നില്ലേ? വരുന്നത് കുറച്ച് കുറവായിരുന്നു. അന്നേരമല്ലേ ചെവിയൊക്കെ വീശി അടിച്ചത്. അപ്പൊ പിന്നെ കണ്ട്. എനിക്ക് വന്നില്ല. വന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പോ പലപ്പോഴും നമ്മള് വരരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് കടന്ന് വരരുത് എന്ന് നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊടുക്കുമ്പോഴാണ്, ഞാൻ അതിൽ എടുത്തു പറഞ്ഞു, നിങ്ങൾ പിങ്ക് എലഫന്റിനെ കാണരുത് കാണരുത് എന്ന് പറയുമ്പോഴാണ് പിങ്ക് എലഫന്റിനെ നമുക്ക് കാണാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഓവറായിട്ട് തോട്ട്സ് വരരുത് വരരുത് എന്ന് ചിന്തിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും തോട്ട്സ് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന തോട്ട്സിനെ അങ്ങ് ലീവ് ചെയ്ത് വിടുക. നമ്മളപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ മറ്റൊരു കാര്യത്തിലേക്ക്, അതായത് ഒരു പുഴ പോലെ, പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിൽ ഓളങ്ങൾ ഉണ്ടാവും. ആ ഓളങ്ങൾ എന്താണ് പയ്യെ പയ്യെ അടങ്ങി സ്മൂത്ത് ആകുന്നത് പോലെ നിങ്ങളും അങ്ങനെ ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ട്രൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ആ മനസ്സിലുള്ള തോട്ട്സ് അത് തന്നെ ഇല്ലാതായി പോയിക്കോളും. ആ തോട്ട്സിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. പകരം നമുക്ക് അത് വരരുത് എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചുള്ള വറീസും കാര്യങ്ങളും കടന്നു വരും. നമ്മുടെ മെഡിറ്റേഷന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരുപാട് കാലം, അതിനൊരു കറക്റ്റ് ആയിട്ടൊരു ഒറിജിനും ഇന്ന സമയം തൊട്ട് തുടങ്ങി എന്നൊന്നും പറയുന്നില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ ബിഫോർ സെഞ്ചുറി, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടില് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വേദങ്ങളിലൊക്കെ ഈ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ കറക്റ്റ് ഒറിജിൻ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ഒത്തിരി പഴയ ഒരു സംഭവം തന്നെയാണ് മെഡിറ്റേഷൻ. ഇപ്പോൾ ന്യൂ ആയിട്ട് വന്ന ഒരു സംഭവമല്ല മെഡിറ്റേഷൻ. ഇപ്പോൾ നമ്മൾ പല ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, മന്ത്ര മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡും ബോഡിയും കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് മെഡിറ്റേഷൻസ് ആണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അതായത് നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രസന്റിൽ ലീവ് ചെയ്യുന്ന മെഡിറ്റേഷൻസിനാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മന്ത്ര മെഡിറ്റേഷൻസ് നമ്മൾ പലപ്പോഴും നമ്മൾ ക്ലാസ്സിലാണെങ്കിലും ആ മെഡിറ്റേഷന്റെ ഇടയിൽ ഹോപ്പനപ്പോ മന്ത്രാസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മന്ത്രാസ് നമ്മൾ ജപിച്ചിട്ട് അതായത് അഫർമേഷൻ മന്ത്രാസ് എന്ന് പറയുമ്പോൾ അഫർമേഷൻസ് പറഞ്ഞ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മെഡിറ്റേഷൻസ് ആണ് മന്ത്ര മെഡിറ്റേഷൻസ്. അതുപോലെ പ്രോഗ്രസീവ് റിലാക്സേഷൻ മെഡിറ്റേഷൻ, അതായത് നമ്മുടെ ബോഡിയിലെ ഓരോ പോർഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ ടൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓരോ പോർഷനിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഒരു പോർഷനെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നു, ദെൻ റിലാക്സ് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മുടെ ഓരോ പോർഷൻസും എടുത്ത് ചെയ്യുന്ന തരം മെഡിറ്റേഷൻസ് ആണ് പ്രോഗ്രസീവ് റിലാക്സേഷൻ മെഡിറ്റേഷൻസ്. നമ്മൾ പ്രോഗ്രസീവ് റിലാക്സേഷൻ മെഡിറ്റേഷൻ ആണ് എന്നും ചെയ്യാറ്. അത് ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യില്ലേ, നമ്മുടെ ഓരോ പോർഷൻസും സ്കാൻ ചെയ്ത് നമ്മൾ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഓരോ പോർഷൻസും നമ്മൾ സ്കാൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ ചെയ്യുന്നതാണ് പ്രോഗ്രസീവ് റിലാക്സേഷൻ മെഡിറ്റേഷൻ. അതുപോലെ സ്നേഹത്തിലും ദയയിലും ഒക്കെ ഊന്നിയുള്ള മെഡിറ്റേഷൻസ് ആണ് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ. ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ട്രെയിൻഡ് ആളുകൾ നമുക്ക് ചെയ്തു തരുന്ന മെഡിറ്റേഷൻസ് ആണ്. നമ്മുടെ ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള മറ്റേ ഹിപ്നോട്ടിക് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ആണ് അതിൽ വരുന്നത്. അതായത് നമ്മുടെ സ്റ്റേറ്റ് കൂടുതൽ ഡീപ്പായി കൊണ്ടുപോയി, ഡീപ്പർ സ്റ്റേജിലേക്ക്, മെഡിറ്റേഷന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി ആ ഒരു ടൈമിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഓരോ ട്രോമാസ് എടുത്ത് കളയുകയും പുതിയതായിട്ടുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. അതുപോലെ വിഷ്വൽ ബേസ്ഡ് മെഡിറ്റേഷൻ, നമ്മളെ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പോകുമ്പോൾ മെഡിറ്റേഷനിലെ ടൈമിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കാണുകയോ അല്ലെങ്കിൽ ആ ഒരു വിഷ്വലിനെ ബേസ് ചെയ്ത് ചെയ്യുന്ന മെഡിറ്റേഷൻ, നമ്മൾ ആ ഒരു വിഷ്വൽ ആയിട്ട് പറഞ്ഞ് അതിനെ ബേസ് ചെയ്ത് പോകുന്ന മെഡിറ്റേഷൻ ആണ് വിഷ്വൽ ബേസ്ഡ് മെഡിറ്റേഷൻ. അതുപോലെ ഈറ്റിംഗ് മെഡിറ്റേഷൻ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വളരെ സാവധാനം ഓരോ വായിൽ ചവയ്ക്കുമ്പോഴും ഓരോന്നിന്റെയും ആ ഒരു ടേസ്റ്റ്, അപ്പോൾ വായിൽ എത്രത്തോളം വെള്ളം വരുന്നു, അങ്ങനെ ഓരോന്നും മൈന്യൂട്ടായിട്ട് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻ ആണ് ഈറ്റിംഗ് മെഡിറ്റേഷൻ.
അതുപോലെ ഫോറസ്റ്റ് മെഡിറ്റേഷൻ, നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോകുന്നതായിട്ട്, അപ്പോൾ ആ ഒരു ടൈമിലുള്ള പുറമേ കേൾക്കുന്ന കിളികളുടെ ശബ്ദം, അല്ലെങ്കിൽ അവിടുത്തെ സൗണ്ട്, അവിടുത്തെ ആ ഒരു കാറ്റ്, ഇതിലെല്ലാം ഫോക്കസ് ചെയ്യുന്നതാണ് ഫോറസ്റ്റ് മെഡിറ്റേഷൻ. ഗീസിംഗ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു പോയിന്റിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ഇപ്പോൾ ഒരു മെഴുകുതിരി വലിച്ചാണെങ്കിൽ ആ മെഴുകുതിരിയുടെ ജ്വാലയിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോട്ട്, ആ ഒരെണ്ണത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ടുള്ള മെഡിറ്റേഷൻസ് ആണ് ഗേസിംഗ് മെഡിറ്റേഷൻ. യോഗനിദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി മാക്സിമം റിലാക്സ് ആക്കുന്ന ആ ഒരു ടൈപ്പ് മെഡിറ്റേഷൻ. അതായത് നമ്മളൊരു നിദ്രയിലേക്ക് പോകുന്നത് പോലെ റിലാക്സ് ആയിട്ട് നമ്മൾ ഓരോ പോർഷൻസ് റിലാക്സ് ആക്കി ചെയ്യുന്ന മെഡിറ്റേഷൻ ആണ് യോഗനിദ്ര. ഇത്രയും മെഡിറ്റേഷൻസ് ഒന്നുമല്ല, ഇനിയും ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ നമുക്ക് മെഡിറ്റേഷൻസ് ചെയ്യാം. അല്ലാതെ ഒറ്റ ഒരു രീതിയിൽ തന്നെ പോസ്റ്റർ ചെയ്യണം എന്നില്ല. നമുക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അല്ലാതെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിറ്റേഷൻ, ഞാനിപ്പോൾ ടൈപ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും നമ്മൾ രാവിലെ ഏത് ടൈപ്പാണ് ചെയ്യുന്നത്, നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ. ഞാൻ പല മെഡിറ്റേഷൻസിന്റെയും പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ നമ്മുടെ മെഡിറ്റേഷൻസ് ചെയ്യാറ്. മാം, ഈ യോഗനിദ്ര തന്നെയാണോ നമ്മുടെ ശവാസന മെഡിറ്റേഷനും? ശവാസന മെഡിറ്റേഷൻ യോഗനിദ്രയിൽ വരുന്നതാണ്. അപ്പോ നമുക്ക് ഓരോ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമ്മുടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ ഹെൽത്ത്, അതായത് നമ്മുടെ ഒരുപാട് തോട്ട്സും സങ്കടങ്ങളും വറിയൊക്കെ ആയിരിക്കുന്ന നമ്മുടെ ആ തോട്ട്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈ തോട്ട്സ് മാറുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് കാം ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ്. അതായത് സ്ലീപ്പ് കിട്ടുന്നു, പെയിൻ കുറയുന്നു, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നു, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, വിൽ പവർ ഉണ്ടാവുന്നു, നമ്മുടെ അതായത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് മെഡിറ്റേഷന്. അതുകൊണ്ട് തന്നെയാണ് പ്രാചീന കാലം മുതൽ സന്യാസിമാരും മറ്റുള്ളവരും ഒക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെയാണ് അവർ ലൈഫിൽ ഇതൊരു അവരുടെ ഹാബിറ്റാക്കി മാറ്റിയത്. ഇപ്പോ എല്ലാവരും മെഡിറ്റേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ സ്ട്രെസ്, സ്ട്രെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കൂടി വരുമ്പോൾ, ഇപ്പൊ ഈവൻ കൊറോണ വന്നപ്പോൾ കൊറോണയെ കുറിച്ചുള്ള ടെൻഷൻ, അങ്ങനെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒന്ന് ഡൗൺ ആവുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഈ മെഡിറ്റേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ലൈഫിൽ ഒരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് പവർഫുൾ ടൂളാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അതായത് ഇത് കോറിലേറ്റഡ് ആണ്. ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 100% പവർഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ മെഡിറ്റേഷന്റെ പ്രാധാന്യം അത്രത്തോളം വലുതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതൊരു ഹാബിറ്റാക്കി മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ ഒരു മെഡിറ്റേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം. പക്ഷെ അത് വേണമെന്നില്ല. തുടക്കക്കാർക്കാണ് ഈ പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നത്. പിന്നീട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് അതിന് നമുക്ക് ആ ഒരു മെഡിറ്റേഷന്റെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേ കേൾക്കുന്ന ഓരോ സൗണ്ട്സും അത് നമ്മളെ കൂടുതൽ റിലാക്സേഷനിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് മാറും. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീട് തന്നെ എടുക്കാം. എൻ്റെ വീട് മെയിൻ റോഡ് സൈഡാണ്, ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഹൈവേ കൂടെ എപ്പോഴും വണ്ടി പോകുന്നുണ്ട്, ആ ഒരു സൗണ്ട് ഞങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ല. പക്ഷെ ഏതെങ്കിലും റിലേറ്റീവ്സ് കാര്യങ്ങൾ വരുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഫുൾ ടൈം ഈ ഹോണിന്റെ സൗണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നൈറ്റ് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? പകരം എനിക്ക് ചില സമയത്ത് ഡിസ്റ്റർബൻസ്, ഈ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും റെക്കോർഡിങ്സ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് കയറി വരും. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു
ഇത് പോകാറില്ല, ആ സൗണ്ടിലേക്ക് എനിക്ക് പോകാറില്ല. റെക്കോർഡിങ്സ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ അൺവാണ്ടഡ് നോയ്സ് വരുമ്പോഴാണ് ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ കുറേ നാളായിട്ട് കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് ഭയങ്കര എന്താണ്, ഇത് ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ. നമ്മൾ ആദ്യത്തില് വളരെ നോയ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇരുന്നാൽ നമുക്ക് ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും മറ്റും സാധിക്കില്ല. പക്ഷെ നമ്മളത് കുറച്ച് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊരു പ്രശ്നമാവില്ല. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഫുഡ്, ഇതെല്ലാം ഞാൻ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ട്. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷെ ബെറ്റർ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യുകയാണ്. അതുപോലെ ഫുഡ്, നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു, അല്ലെങ്കിൽ കോഫിയൊക്കെ കഴിച്ചിട്ട് വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു 100% ആ ഒരു മെഡിറ്റേഷനിലേക്ക്, റിലാക്സേഷനിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ബൈ പ്രാക്ടീസ് നമ്മൾ പറയുന്നത് നമ്മൾ ഫുഡ് ഓവറായിട്ട് കഴിക്കാതെ തന്നെ മെഡിറ്റേഷൻ ചെയ്യണം തന്നെയാണ്. അത് മെഡിറ്റേഷന് മാത്രമല്ല, നമ്മുടെ എന്താണ്, വയറ് ഫുള്ളായിട്ട് ഫുഡ് കഴിക്കുന്നത് നമുക്ക് ഒരിക്കലും നല്ലതല്ല. നമ്മളൊരു 3/4 പോർഷൻ അത്രയും, അല്ല അതായത് ഒരു പകുതിയെങ്കിലും, ശരിക്കും പറഞ്ഞ പകുതി പോർഷൻ എങ്കിലും നമ്മുടെ വയറിൽ ഒഴിച്ചിടുക തന്നെ വേണം. അല്ലാതെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ നോൺ വെജ് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെ വെജ് മാത്രമേ പാടുള്ളൂ, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. നമുക്ക് എന്ത് ഫുഡും കഴിക്കാം. പറഞ്ഞ പോലെ മെഡിറ്റേഷന് 1 hour മുമ്പ് നമ്മുടെ വയറ് പകുതി ആയിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പവർഫുൾ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അതിന് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഘട്ട് തന്നെയാണ്. ഘട്ടിലെ ഒരു ഘട്ടും ബ്രെയിനും തമ്മിൽ, അതുകൊണ്ടാണ് പലപ്പോഴും സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വറീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വയറ് ആദ്യം പണിമുടക്കുന്നത്. ഇത് തമ്മിൽ ഭയങ്കര റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് ഒരു 1 hour മുമ്പ് കഴിച്ച ശേഷം ഒന്ന് ഇതായ ശേഷമായിരിക്കണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ ഇരിക്കേണ്ടത്. സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ട്, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ഇതിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ മെഡിറ്റേഷന്റെ സമയത്ത് വേണ്ടത്. അപ്പോൾ ഏതൊരു പൊസിഷനിൽ ഇരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലും നമ്മുടെ സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കണം. കാരണം അപ്പോഴാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ എപ്പോഴും സെയിം മുദ്ര, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മുദ്ര എന്ന് പറയുന്നത് ഇടത് കൈയുടെ ഉള്ളിൽ വലത് കൈ വെച്ചിട്ട് തമ്പ് രണ്ടും ജോയിൻ, അത് എൻ്റെ ഗുരു എനിക്ക് തന്ന ഒരു മുദ്രയായിരുന്നു. ആ മുദ്ര ഞാൻ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ, സെയിം മുദ്ര ഡെയിലി യൂസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുദ്ര നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് പറയാണ്, ആ മെഡിറ്റേഷനിലേക്ക് പോകാനുള്ള ടൈമായി, നിനക്ക് റിലാക്സേഷൻ നിനക്ക് കിട്ടും എന്നുള്ള ഒരു തോട്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സെയിം മുദ്ര യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്ക് മെഡിറ്റേഷന്റെ ടൈമിൽ കൈ തുറന്നു വെക്കാം. എന്താ ഡിഫറെന്റ് ടൈപ്സ് മുദ്രാസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും അത് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചൂസ് ചെയ്യുന്ന മുദ്ര അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. ഞാൻ പറയാറ് ഓപ്പൺ ആയിട്ട് കൈ വെക്കുക എന്നതാണ്. പക്ഷെ ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം എൻ്റെ ഗുരു എന്നെ ചെയ്യിപ്പിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻ അത് ഞാൻ ലൈഫിൽ എന്നും ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് ഏറ്റവും റിലാക്സേഷൻ കിട്ടുന്ന ഒരു മുദ്രയായി മാറി. അപ്പോൾ നമുക്കും ഏതെങ്കിലും ഒരു മുദ്ര ചൂസ് ചെയ്യാം. അതുപോലെ നമുക്കൊരു ഇന്റൻഷൻ വേണം. അതായത് മെഡിറ്റേഷൻ അതുപോലെ എന്താണ്, നമ്മുടെ ബ്രത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ കറക്റ്റ് എല്ലാ ദിവസവും ഒരു കറക്റ്റ് ടൈമിൽ എന്നും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി, അത് മോർ എനർജി നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല, നിങ്ങൾക്കും ഇനി എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടാവും. നമുക്കൊരു മെഡിറ്റേഷനിൽ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ പവർഫുൾ ആവുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. നെക്സ്റ്റ്, സ്റ്റേജസ് ഓഫ് മെഡിറ്റേഷൻ. നമ്മൾ കടന്നു പോകുന്നത് ഒരു 8 സ്റ്റേജസിൽ കൂടെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് കറക്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം നമുക്ക് അറിയായിരിക്കും. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ
നമ്മളുടെ മൈൻഡ് ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മൾ ബ്രെത്തിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശ്വാസത്തിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുന്ന ആ ഫസ്റ്റ് സ്റ്റേജ് ആണ് ബ്രെത്തിങ്. ആ സമയത്താണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട്. അപ്പൊ എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞതുപോലെ പുറത്ത് ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പുറത്തെ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുമ്പോൾ പുറമേ നിന്നുള്ള ഡിസ്ട്രാക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ, അല്ലെങ്കിൽ നമുക്ക് ബോഡി സ്കാൻ ചെയ്യാം. ഇതിൽ നമ്മൾ കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിലെ ഓരോ പോർഷൻസിലേക്കും കൊണ്ടുവരികയും അത് നമ്മൾ ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ബോട്ടം ടു ടോപ്പ് ഓരോ പോർഷൻസും എടുത്ത് അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ഓരോ ബോഡി പോർഷനിലേക്ക് കൊണ്ടുപോകുന്നു, അത് ടൈറ്റ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഈ ഒരു കാര്യം ചെയ്യാം. PMR ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു PMR മതി നമ്മുടെ എന്താണ് നല്ലൊരു റിലാക്സേഷൻ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബോഡി സ്കാൻ, നമ്മൾ സ്കാൻ ചെയ്ത് വരുന്നത് പോലെ ഇങ്ങനെ ഓരോ പോർഷൻസും സ്കാൻ ചെയ്ത് ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇത് മൂലം നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡ് പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ മൂലം നമുക്ക് മൈൻഡ് കാമാക്കാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്ഷമ പറയുന്നു, അല്ലെങ്കിൽ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പുറമെയുള്ള ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്തു, അതായത് ആ ഒരു ഏരിയ ക്ലിയർ ചെയ്തു. ദെൻ നമ്മുടെ ബോഡി അത് കാം അല്ലെങ്കിൽ റിലാക്സ്ഡ് ആക്കി. ഫസ്റ്റ് പുറമെയുള്ള ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്തു, ദെൻ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആക്കി. ഇനി ബോഡി റിലാക്സ് ആക്കിയാലും നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഇമോഷൻസ് ഒന്ന് കാം ഡൗൺ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫോർഗീവ്നെസ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് നമ്മുടെ മൈൻഡ് റിലാക്സ് ആകാൻ ഏറ്റവും ഹെൽപ്പാണ്. അതായത് ഇമോഷൻസ് നമ്മൾ റെഗുലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമ്മൾ ഫോർഗീവ്നെസ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ദേഷ്യം, പ്രതികാരം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അതെല്ലാം കെട്ടടങ്ങി ഭയങ്കര റിലാക്സേഷൻ കിട്ടും. ദെൻ നമ്മൾ ചെയ്യുന്നത് ഫോക്കസ്, നമ്മുടെ ചിന്തകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്. ആ സെൻസ് ഓർഗൻസ് അതിന്റെ ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുന്നു. അതായത് നമ്മൾ പറയാറുണ്ട് പൂക്കളുടെ മണം അല്ലെങ്കിൽ കാറ്റിന്റെ ഒരു തണുപ്പ്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ, അതായത് നമുക്ക് 5 സെൻസ് ഓർഗൻസിനും നമ്മൾ അവിടെ അല്ലെങ്കിൽ കൂടി പലർക്കും നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പ്രോപ്പർ റിലാക്സേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവിന്റെ മണം എന്ന് പറയുമ്പോൾ തന്നെ ആ മണം അടിച്ച് മൂക്കിലേക്ക് വരും. അത് നമ്മൾ ഏതിലാണോ, ഇപ്പൊ ഓരോ ആളുകളും വ്യത്യസ്തമാണ്. കൈനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ഓഡിറ്ററി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഇത് ഇവർ ഏതിലാണോ നിൽക്കുന്നത്, അവരുടെ ശരിക്കുള്ള കൂടുതൽ അവർക്കുള്ളത് ഏതാണോ ആ ഒരു ഇത് ശരിക്കും അറിയാൻ പറ്റും. പലർക്കും മണം തിരിച്ചറിയാൻ പറ്റാറുണ്ട്, അതുപോലെ ആ തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്, അല്ലെങ്കിൽ ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ പറയാമോ? പറഞ്ഞോളൂ അംബിക മാം. ഞങ്ങൾ പലതരത്തിലും മെഡിറ്റേഷനാണ് വിആർപി സാർ ചെയ്യിക്കുന്നത്. മനസ്സ് റിലാക്സ് ആകും, മിക്കവാറും ഡീപ്പ് ആയിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ. ഒന്നിനകത്ത് ഓർമ്മയില്ലാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഇപ്പം നല്ല കഴിവാണ് അതിനെ കിട്ടിയിരിക്കുന്നത്. ഏത് രീതിയിലും മനസ്സ് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്താൽ കിട്ടുന്ന ആ ഗുണം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുക, അതാണ് മെയിനായിട്ട് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ. താങ്ക് യു അംബിക മാം. അപ്പോ പലപ്പോഴും പലർക്കും ഇതുപോലുള്ള സ്മെല്ല് അല്ലെങ്കിൽ ആ തണുപ്പ് അതൊക്കെ ശരിക്കും ഫീൽ ചെയ്യാൻ സാധിക്കും.
ശേഷം നമ്മൾ ഡീപ്പനിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഡീപ്പായിട്ട് പോവുകയാണ്. അവിടെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ അഫർമേഷൻ. കാരണം ആ സമയം ഡീപ്പായി നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് വിഷ്വലൈസേഷൻ, നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അഫർമേഷൻസ് ഇതെല്ലാം നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ദെൻ തോട്ട്ലെസ് യൂണിറ്റി വിത്ത് യൂണിവേഴ്സ്, അതായത് ഒരു തോട്ടുമില്ലാത്ത, ഒരു ചിന്തയുമില്ലാത്ത ഒരു ടൈം, അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം എപ്പോഴും ഓരോ സെക്കൻഡുകളിലും നമ്മുടെ മൈൻഡിലേക്ക് ഒരുപാട് തോട്ട്സ് കടന്നു വരുന്നുണ്ടാവും. പക്ഷെ ഒറ്റ തോട്ടുമില്ലാത്ത ഒരു, അതായത് 2 ബ്രത്ത്, നമ്മളൊരു ബ്രത്ത് എടുത്ത് വിടുന്ന അതിന്റെ ഇടയിൽ നമുക്ക് വേറെ ഒരു ചിന്തകളും വരുന്നില്ല. അതുപോലെ തോട്ടുകളൊന്നുമില്ലാത്ത ഒരു, ചിന്തകളൊന്നുമില്ലാത്ത ഒരിടത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ദെൻ നമ്മൾ തിരിച്ച് പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നു. ആദ്യം പുറത്തുനിന്നുള്ള ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്തു, ബോഡി ഒന്ന് കാമാക്കി, നമ്മുടെ ഇമോഷൻസ് റെഗുലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ടോട്ടൽ ഫോക്കസ് ചെയ്ത് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്താണ്, ടോട്ടൽ ഫോക്കസ് ചെയ്ത് ഡീപ്പായി മെഡിറ്റേഷനിലേക്ക് പോയ ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഫർമേഷൻസ് പറയുന്നു. ദെൻ നമ്മൾ ഒരു ചിന്തകളുമില്ലാത്ത വളരെ മനോഹരമായ ഒരു രീതിയിലേക്ക് പോവുകയും ദെൻ നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മുടെ പ്രസന്റ് മൊമെന്റിലേക്ക് വരികയും ചെയ്യും. ഇതാണ് നമ്മൾ ഓരോ മെഡിറ്റേഷനിലും നമ്മൾ ഈ സ്റ്റേജസിൽ കൂടെയാണ് നമ്മൾ കടത്തി വിടുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ അല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ വേവ്സ് ഓരോ സമയത്തും വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര ഇതോടെ ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മുടെ ആ ബ്രെയിൻ വേവ്സ് 35 ഹെർട്സ് പ്ലസ് അതിനെ എബോവ്, ആ സമയത്ത് നമ്മൾ അതിനെ പറയുന്ന ഗാമ. ഇനി അതായത് നമ്മൾ നോർമലി കഴിയുന്ന ആ ഒരു സമയം, അതായത് നമ്മുടെ ലൈഫിൽ വെറുതെ പോകുന്ന ആ ഒരു ഇത് പ്രോബ്ലം സോൾവിങ്, അപ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സ്, അതായത് നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഉള്ള ആ ഒരു വേവിനേക്കാളും ഹേർട്സ് കുറഞ്ഞ് ഒരു 13 മുതൽ 35 വരെ ഹേർട്സ് ആയിരിക്കും നമ്മൾ നോർമൽ ആയിട്ട് പോകുന്നത്. നമ്മൾ പ്രോബ്ലം ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്ന ആ ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ പോകുന്ന ആ ഒരു സ്റ്റേജ്. ദെൻ നമ്മളൊന്ന് പറഞ്ഞല്ലോ, ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് റിലാക്സേഷൻ ആകുമ്പോൾ തന്നെ നമ്മൾ ആൽഫ സ്റ്റേജിലേക്ക് എത്തുന്നു. ആ സമയത്ത് അതിന്റെ ഹെർട്സ് വരുന്ന 8 മുതൽ 13 ഹെർട്സ് വരെയാണ്. പിന്നീടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ തീറ്റ സ്റ്റേജിൽ, അവിടെ 4 to 8 ആണ് അപ്പോഴുള്ള ആ ബ്രെയിൻ വേവ്സിന്റെ ഫ്രീക്വൻസി, അതായത് നമ്മുടെ ചിന്തകളുടെ ആ ഫ്രീക്വൻസി. ദെൻ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ അത് 4നും താഴെ പോകുന്നു. അവിടെ വേവ്സ് എല്ലാം സ്റ്റേബിളായി വരുന്നു. അപ്പോൾ അവയർനെസ്സോട് കൂടി ഇരിക്കുന്നത് ഗാമ, ദെൻ നമ്മുടെ പ്രോബ്ലം സോൾവിങ് ടൈം ബീറ്റ, ദെൻ നമ്മളൊന്ന് റിലാക്സ് ആയി മെഡിറ്റേഷനിലെ തുടക്കത്തിൽ വരുന്നത് ആൽഫ, നമ്മൾ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ തീറ്റ, ദെൻ ഡെൽറ്റ. ഈ തീറ്റ സ്റ്റേറ്റിലാണ് നമുക്ക് വിഷ്വലൈസേഷൻ അഫർമേഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ആക്സസ് പൂർണ്ണമായും നമുക്ക് കട്ടാവുന്നു. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പകരം തീറ്റ സ്റ്റേജിൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ആ സമയത്തൊക്കെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ അഫർമേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ ഓരോന്നും ലൈഫിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. The goal of meditation is not to control your thoughts. It is to stop letting them control you. അതായത് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തോട്ടിനെ കൺട്രോൾ ചെയ്യുന്നതല്ല. അതായത് തോട്ട്സ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാവും, അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പറയും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എൻ്റെ ബ്രെയിനിലേക്ക് ഒരുപാട് തോട്ട്സ് കടന്നു വരും. അത് വരും, പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യുക, വിട്ടുകളയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രാവശ്യം അങ്ങനെ കളയുമ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ ആ ഒരു റേറ്റ് കുറഞ്ഞു വരും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മെഡിറ്റേഷൻ്റെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എങ്ങനെ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതിൽ ഓരോ സ്റ്റേജസും അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മെഡിറ്റേഷന്റെ ഒരു ചെറിയ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഒരു ചെറിയ മെഡിറ്റേഷൻ സമയം ഇത്തിരി അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ മെഡിറ്റേഷൻ, മിനിമം മെഡിറ്റേഷൻ ഒരു 15 മിനിറ്റ് ആണ് നമുക്ക്
ഈ പറഞ്ഞ എല്ലാ സ്റ്റേജസിൽ കൂടെ കടന്ന് നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു വളരെ ഈസി വേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ ശരിക്കും ഒരു 15 മിനിറ്റ് മിനിമം വേണം. നമ്മളത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 10 മിനിറ്റിൽ അത് ഒതുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊരു മെഡിറ്റേഷനോട് കൂടി നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ മടിയിൽ തുറന്നു വെക്കുക. സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. വളരെ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. Take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ സ്വസ്ഥവും ശാന്തവുമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കാലുകളിലേക്കും കൊണ്ടുവരിക. നിങ്ങളുടെ കാലുകളിലെ എല്ലാ മസിൽസും ഒന്ന് ടൈറ്റ് ചെയ്യുക. ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ അടിവയറ്റിലേക്ക് കൊണ്ടുവരിക. അടിവയറ്റിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ മുഖഭാഗത്തെ വയറ്റിലേക്ക് കൊണ്ടുവരിക. അവിടുത്തെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നെഞ്ചിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ മുഖത്തേക്ക് കൊണ്ടുവരിക. മുഖത്തെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ഒന്ന് ടൈറ്റ് ചെയ്യുക. ദെൻ റിലാക്സ് ആക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ റിലാക്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്വസ്ഥവും സുഖകരമായ ഒരനുഭവം. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരു ധ്യാനത്തിൽ ഇരിക്കുന്നതായി കാണുന്നു. ഉദ്യാനത്തിലെ കിളികളുടെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ അലയടിക്കുന്നുണ്ട്. അതിലൂടെ ഒഴുകുന്ന അരുവിയുടെ കളകള ശബ്ദം അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ തണുത്ത ഒരു ചെറു കാറ്റ് ഉദ്യാനത്തിലൂടെ വീശിയടിക്കുന്നുണ്ട്. ആ കാറ്റിന്റെ തണുപ്പ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഉദ്യാനത്തിലെ ആ ചെറു കുളിർ കാറ്റിന്റെ തണുപ്പ് അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ പ്രഭാത സൂര്യന്റെ കിരണം നിങ്ങളെ വന്ന് തലോടുന്നുണ്ട്.
പ്രഭാത സൂര്യനിൽ നിന്നും ഒരു കിരണം നിങ്ങളുടെ മൂർധാവിൽ വന്ന് പതിക്കുന്നു. ആ കിരണം വളരെ സാവധാനം താഴേക്ക് മൂക്കിലൂടെ, വായിലൂടെ, കഴുത്തിലൂടെ, നെഞ്ചിലൂടെ നിങ്ങളെ പൂർണ്ണമായും കവർ ചെയ്യുന്നു. ഒരു പോസിറ്റീവ് എനർജി അത് നിങ്ങൾക്ക് ഈ പ്രഭാത കിരണത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കോൺഫിഡൻസ്, ഒരു നന്മ, ഒരു സന്തോഷം എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഉദയസൂര്യനിൽ നിന്നുള്ള കിരണം നിങ്ങളുടെ ബോഡിയെ മുഴുവനായും പോസിറ്റീവാക്കി മാറ്റുന്നു. നിങ്ങളുടെ കാൽപാദത്തിന്റെ അടിയിൽ നിന്നും ഒരു പുക പോലെ ബോഡിയിലെ എല്ലാ നെഗറ്റീവ്സും ഭൂമിയിലേക്ക് പോകുന്നു. നിങ്ങളുടെ എല്ലാ വേദനകളും, സങ്കടങ്ങളും, അസുഖങ്ങളും എല്ലാം ഭൂമിയിലേക്ക് പോകുന്നു. നിങ്ങളുടെ ചുറ്റും ഒരു പ്രഭാവലയം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓറ ഫോം ചെയ്യുന്നു. ഈ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഓരോ സെല്ലിലേക്കും നിങ്ങൾക്ക് ബ്ലഡിലൂടെ പ്രസരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ സെല്ലും പോസിറ്റീവ് എനർജിയാൽ നിറയ്ക്കപ്പെടുന്നു. ഈ വളരെ സുഖകരമായ അനുഭവം അല്ലെങ്കിൽ വളരെ ശാന്തമായ അനുഭവം, വളരെ സുന്ദരമായ അനുഭവം ലഭിച്ചതിന് സർവേശ്വരനോട് മനസ്സുകൊണ്ട് നന്ദി പറയുക. ഈ ഒരു പുതിയ ദിനം കൂടി സമ്മാനിച്ച സർവേശ്വരന് നന്ദി അറിയിക്കുക. വളരെ സുഖകരമായി നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ശ്വാസം നൽകിയ, ഈ ശ്വസിക്കാൻ സാധിച്ചതിന് സർവേശ്വരന് നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നുണ്ട്. ഈ ജീവൻ നൽകിയ സർവേശ്വരന് നന്ദി അറിയിക്കുക. വളരെ സ്വസ്ഥവും സുഖകരമായി ഇരിക്കാവുന്നതാണ്. വളരെ ശാന്തമായ ഒരനുഭവം. ഈ സ്വസ്ഥവും സുഖകരമായ അനുഭവത്തിൽ നിങ്ങൾക്ക് അല്പനേരം ലയിച്ചിരിക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഈ പ്രസന്റ് മൊമെന്റിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അതിനായി നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ കൈകളിലെയും കാലുകളിലെയും വിരലുകൾ മൃദുവായി ചലിപ്പിക്കുക. 3, 2, 1. നിങ്ങളുടെ രണ്ട് കൈകളും കൂട്ടിത്തിരുമ്മി ഒരു ചെറു ചൂട് വരുമ്പോൾ കണ്ണിൽ വെച്ച് ഈ പ്രപഞ്ചത്തിന് ഒരു പുഞ്ചിരി സമ്മാനമായി നൽകി വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഹാപ്പി മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഒരു സുന്ദരമായ ദിനം കൂടി ആശംസിക്കുന്നു. താങ്ക് യു എവരിബഡി. എല്ലാവരും ഇന്ന് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ആ സ്റ്റേജസ് ഒക്കെ പറഞ്ഞിട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റേജസും ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ഇതിൻ്റെ സ്റ്റേജസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒരു റിവ്യൂ പറയുമായിരുന്നെങ്കിൽ, വളരെ കുറഞ്ഞ നിമിഷം കൊണ്ട് ഒന്ന് പറയുമായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാവുന്നതാണ്.
ഓക്കെ, താങ്ക് യു. Realization. ഓക്കെ, താങ്ക് യു ഷൈനി മാം. അപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ എത്രയൊക്കെ ചെയ്തെങ്കിലും ഇത്രയും വിപുലമായ കാര്യങ്ങൾ ഷബാസ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഒരു വലിയ താങ്ക്സ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓവർ ടു യു അനിൽ സർ. താങ്ക് യു. ഡിവൈസ് നോക്കി. ഓക്കെ, എന്തായാലും ഞാനും വളരെ എൻജോയ് ചെയ്തു ഇന്നത്തെ സെഷൻ. മെഡിറ്റേഷന്റെ ആ വിവിധ തലങ്ങൾ പണ്ട് ക്ലാസ്സിൽ കേട്ടതാണ്. ഒന്നുകൂടി ഓർത്തപ്പോൾ, അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഇന്നലെ ചെയ്ത മെഡിറ്റേഷനേക്കാൾ അതിമനോഹരമായി ഇന്ന്. അപ്പൊ നമ്മൾ വളരുകയാണ്, നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ബെൽമൈനെ കുറിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓരോ ദിവസവും. എവരി ടൈം എ ലേണർ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ബെൽമൈൻഡ് എന്ന സംഘടനയെ കുറിച്ച്, ആ ഒരു സൈക്കോളജിസ്റ്റ് കൂട്ടായ്മയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഞാനൊന്ന് പറയുകയാണ്. 2 വർഷം അടുത്ത മാസം ആഘോഷിക്കുകയാണ്. മിന്നു മാം, നിഷ സോമൻ മാം, ഒപ്പം സഫ്ന ഇർഷാദ്, ഷബാസ് സർനാദ്, പിന്നെ ഞാനും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് പേർക്ക് ഇതുപോലെ കൗൺസിലിംഗ്, ഒപ്പം കുട്ടികൾക്കായിട്ട് നിരവധി ക്ലാസ്സുകൾ എറണാകുളത്ത് വെച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. ഓഫ്ലൈൻ നടത്തിയിട്ടുണ്ട്, ഓൺലൈൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ഉത്തരവാദിത്വം, അതോടൊപ്പം തന്നെ 21 days ജേണിയാണ്. അത് 13 ദിവസം കംപ്ലീറ്റ് ചെയ്യുക, മോർ ദാൻ ഹാഫ് ഡേയ്സ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇങ്ങനെ പഠനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് അറിയുന്നു. നമ്മൾ വലിയൊരു വ്യക്തിത്വമായി മാറുന്നു. നമ്മൾ ഇരുട്ടിലേക്ക് ഒരു മെഴുതിരി കൊണ്ട് ചെല്ലുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വരികയാണ്. ഇരുട്ട് അപ്രത്യക്ഷമാകുകയാണ്. നമ്മൾ എൻജോയ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സെഷൻ എടുത്ത ഷബാസ് സ്വപ്നാഥനോട്, ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തിത്വങ്ങളോടും, സപ്ന ഇർഷാദ് മാമുണ്ട്, അംബിയ ടീച്ചർ, ഉണ്ണികൃഷ്ണ സാർ, സന്തോഷ് സാർ, അഭിലാഷ് സാർ, സുരേഷ് സാർ, ബീന ബാബു, ഷൈന ടീച്ചർ, അങ്ങനെ ഓരോ പ്രമുഖരും, രാധിക ടീച്ചർ, ഓരോരുത്തരോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് സെഷൻ ബൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംശയങ്ങൾ ചോദിക്കാനായിട്ട് 2 മിനിറ്റ് കൂടിയുണ്ട്. ഞാൻ